ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കാണാൻ പോണത് തത്ത ഒരാളുടെ ഭാവി പ്രവചിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കാണാൻ പോണത്. അപ്പോൾ ഇതിലൊരു കളിയുണ്ട്, ഇതിലൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് കണ്ടു നോക്കുക. ആദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മുകേഷ് എന്നൊരാളെ പേരിൽ ഇപ്പോൾ തത്ത ഒരേപോലത്തെ ഒരു കാർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കാർഡ് തന്നെ രാശിയിൽ എടുക്കുന്നു. ഇത് ശരിയാണോ ചോദിച്ചപ്പോൾ ഇത് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇത് തെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ മുകേഷ് എന്ന് പറഞ്ഞ ഇയാൾ പറയാണ് എൻ്റെ സിംഹരാശിയിൽ വന്ന സാധനം തെറ്റാണെന്നുണ്ടെങ്കിൽ ഓക്കെ രണ്ടാമത് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അയാളൊരു മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് രണ്ടാമത് അയാളോട് തന്നെ തിരിച്ചു കൊടുക്കണം കേട്ടോ. പക്ഷേ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുകേഷ് പറയാണ് ഇങ്ങനെ ഇടയത് എല്ലാം കൂടെ ഒന്ന് കറക്കി അടിച്ചിട്ട് വേണം ഇടാൻ, മറ്റേത് തത്തയ്ക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലേ. അപ്പോൾ അയാൾ കൺഫേം കൊടുക്കണം. ഓക്കെ ഞാനിത് ചെയ്തു തരാം, റെഡി. ഓക്കെ, തത്ത രണ്ടാമത് വരുന്നു. देखो फिर से बताइए नाम किसमें लिखे हैं, पूछ रहे हैं, फिर से बताइए तब मानने की सही है। ആദ്യത്തെ പിക്ക് ചെയ്യണം. इसमें है देखो, गलत मत बताना। രണ്ടാമത്തെ പിക്ക് ചെയ്യണം. बोल रहे हैं गलत है, इसमें ഓക്കെ, लिखे हैं। कह रहे हैं गलत है, രണ്ടാമത്തെ इसमें അടുത്ത लिखे കാർഡ് हैं। അവിടെ വയ്ക്കണം. മൂന്നാമതൊരു കാർഡ് കാണിക്കുമ്പോൾ തത്ത പിന്നെ എടുക്കണില്ല. തത്ത പിന്നെയും പറയണം എന്താണ് രണ്ടാമത് എടുത്താന്ന്. അപ്പോൾ ആ കാർഡ് നോക്കുമ്പോൾ എന്താണ്, അതെ നേരത്തെ മാർക്ക് ചെയ്ത കാർഡ്. ഇനി എന്താണ് ഇത് ഇങ്ങനെ ചെയ്യാൻ, തത്ത ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ തത്ത ഓരോ പ്രാവശ്യം വരുമ്പോഴും 2-3 കാർഡുകൾ എടുക്കുന്നുണ്ട്. അതിനർത്ഥം എന്ന് വെച്ചാൽ ഒന്നുകിൽ തത്ത സ്മെല്ല് ചെയ്തിട്ടായിരിക്കാം, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള തത്തയാണ്. അപ്പം ഒരേ സ്മെല്ലിലുള്ള 3-4 കാർഡുകൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പം നേരത്തെ എടുത്ത അതേ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നൽ സംസാരത്തിലൂടെയോ ആംഗ്യത്തിലൂടെയോ തത്തയ്ക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ തത്ത എന്തായിരിക്കും, അതേ സ്മെല്ലുള്ള കാർഡുകളായിരിക്കും പിന്നെയും എടുക്കുന്നത്. അപ്പോൾ ആ സ്മെല്ല് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ കാർഡ് എടുത്തു, സമ്മതിക്കണില്ല, രണ്ടാമത്തെ കാർഡ് എടുത്തു. അപ്പോൾ ആശാൻ എന്താ പറയണത്, ആദ്യത്തെ കാർഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റിലാണ് പിടിക്കണേ, ഉള്ളി തലയിട്ടിട്ട് തത്ത എടുക്കുമ്പോൾ. അപ്പോൾ കിട്ടണില്ല. അപ്പോൾ തത്തയ്ക്ക് മനസ്സിലായി ഇതല്ല. രണ്ടാമത്തെ കാർഡ് എടുത്തപ്പം ആശാൻ സിമ്പിളായിട്ട് അത് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അല്ലേ. അപ്പം തത്ത സിമ്പിളായിട്ട് ഉപയോഗിക്കണം. പിന്നെ ആശാൻ പറയണത് ഇതല്ല വേറൊരു കാർഡും കൂടി ആണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് വേറൊരു കാർഡ് സെപ്പറേറ്റ് തത്തേനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കാർഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ തത്ത ആ കാർഡല്ല പിന്നെയും പറയണത് ഞാൻ എടുത്ത കാർഡ് മറ്റേതാണെന്നുള്ളതാണ്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ആശാൻ്റെ കൈയാണ്. ആശാൻ അത് എന്ത് ചെയ്യാണ്, വലത്തെ കൈയിൽ നിന്ന് മാറ്റി ഇടത്തെ കയ്യിലാണ് പിടിക്കണത്. അപ്പോൾ ഇടത്തെ കൈ പിടിച്ചാൽ തത്തേനോട് പറയണത് അത് അല്ല, എടുക്കാൻ പാടില്ല. എപ്പോഴാണോ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് ആ കാർഡ് തന്നെയാണ് പിന്നെയും എടുക്കേണ്ടത്. ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ എന്തെങ്കിലും ഇതിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.